ഇത് തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുവമ്പാടി ക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ വടക്കായി ഷൊർണൂർ റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ. ശക്തൻ തമ്പുരാന്റെ കാലത്താണ് ഇപ്പോഴുള്ള ശ്രീകോവിലും നാലമ്പലവും പണി കഴിപ്പിച്ചത്. പഞ്ചപാണ്ഡവരിലെ അർജുനൻ പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹമാണ് പിൽക്കാലത്ത് തിരുവമ്പാടി ഉണ്ണികൃഷ്ണനായതെന്നാണ് ഐതിഹ്യം. തൃശൂർ നഗരത്തിന് 10 നാഴികയോളം വടക്കു പടിഞ്ഞാറ് മാറിയുള്ള എടക്കളത്തൂർ ഗ്രാമത്തിലാണ് തിരുവമ്പാടി ഉണ്ണികൃഷ്ണനെ ആദ്യമായി പ്രതിഷ്ഠിച്ചത്. പിന്നീടാണ് ഇന്ന് കാണുന്ന ഈ തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് കൃഷ്ണനെ മാറ്റി പ്രതിഷ്ഠിച്ചതെന്നാണ് ഐതിഹ്യം. തിരുവമ്പാടിയിലെ പ്രധാന പ്രതിഷ്ഠ കൃഷ്ണനാണെങ്കിലും തൃശൂർ പൂരത്തിൽ പങ്കാളിയാകുന്നത് ഉപദേവതയായ ഭഗവതിയാണ്. ഉണ്ണിക്കണ്ണന്റെ വാമഭാഗത്ത് പടിഞ്ഞാറ് അഭിമുഖമായാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ. പണ്ടിവിടെ ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും പിന്നീടാണ് ശ്രീകൃഷ്ണ പ്രതിഷ്ഠ ഉണ്ടായതെന്ന ഐതിഹ്യവും കേട്ടുവരുന്നുണ്ട്. ഭഗവതിയെയും കണ്ണനെയും കൂടാതെ ഗണപതി, ഘണ്ടാകർണൻ, കുക്ഷി അയ്യപ്പൻ, ഭൈരവൻ, മണികണ്ഠൻ, രക്തേശ്വരി, ദമ്പതി രക്ഷസ് എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. തിരുവമ്പാടിയിൽ തൃശൂർ പൂരത്തിൽ പങ്കാളി ഉപദേവതയായ ഭഗവതിയാണെങ്കിലും കോലത്തിന്മേൽ കൃഷ്ണരൂപമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ശക്തൻ തമ്പുരാന് ഭഗവതിയോടും കൃഷ്ണനോടുമുള്ള ഭക്തിയുടെ ഭാഗമായാണത്രേ കോലത്തിന്മേൽ കൃഷ്ണരൂപം ആലേഖനം ചെയ്തത്. തിടമ്പ് ഭഗവതിയുടെ തിടമ്പാണ്, പക്ഷേ കോലത്തുമിരിക്കുന്നത് ഭഗവാനാണ്. അത് എന്താ പറയുക, തിരുവമ്പാടിയുടെ മാത്രം പ്രത്യേകതയാണ്. ഭഗവാനും ഭഗവതിയും ഒരുമിച്ച് എഴുന്നള്ളും. അതിൽ പൂരം നടക്കുന്നത് തിരുവമ്പാടി ഭഗവതിക്കാണ്. അവിടുന്ന് പാറമേക്കാവ് ഭഗവതിയാണ്, കാർത്തിയാനി ഭഗവതി, അങ്ങനെ എല്ലാവരും കൂടുതൽ ഭഗവതിമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 1-2 ഇപ്പോൾ കണിമംഗലം ശാസ്താവ് ഒഴിച്ച് അങ്ങനെ ഉള്ള ബാക്കിയെല്ലാം ഭഗവതിമാരാണ് ഈ ആഘോഷത്തിൽ. ഈ ആഘോഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതിൻ്റെ പ്രൗഢി ഇഷ്ടപ്പെടുന്നതൊക്കെ ഭഗവതിമാരാണ്. തൃശൂർ പൂരത്തോടെ തിരുവമ്പാടിയുടെ പ്രസിദ്ധി ദേശാന്തരങ്ങളിലേക്കും വ്യാപിച്ചു. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിൽ വരവ് ഏറെ പ്രസിദ്ധമാണ്. 3 ആനയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പ് പൂരപ്പറമ്പിലെത്തുമ്പോൾ 15 ആനകളെ വർദ്ധിക്കും. മഠത്തിൽ വരവിനുമുണ്ട് ഒരു ഐതിഹ്യം. 27 ദിവസങ്ങൾ കൊണ്ടാണ് ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയെടുത്തത്. ശക്തൻ തമ്പുരാന്റെ കൽപ്പന കേട്ട് തട്ടകക്കാർ അമ്പരന്നു. തിരുമനസല്ലേ കൽപ്പിച്ചത്, കൽപ്പന അനുസരിച്ചേ തീരൂ. അങ്ങനെ വടക്കുംനാഥന്റെ തട്ടകത്തിലെ ദേശക്കാർ തിരുവമ്പാടി, പാറമേക്കാവ് എന്നിങ്ങനെ 2 വിഭാഗമായി വാശിയോടെ പൂരത്തിന് മത്സരിക്കുകയാണ്. പൊതുവെ ധനാഢ്യരും സാമ്പത്തിക ശേഷിയുമുള്ള പാറമേക്കാവുകാർക്ക് പൂരം നടത്താൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ പാടുപെട്ടത് തിരുവമ്പാടിക്കാരായിരുന്നു. കാരണം സാമ്പത്തിക ശേഷിയിൽ പിന്നോക്കമായിരുന്നു തിരുവമ്പാടി ദേശം. എങ്കിലും ഇവർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിൽ തന്നെ ആരംഭിച്ചു. അപ്പോഴായിരുന്നു തിരുവമ്പാടിക്കാരുടെ മനസ്സിലൊരു ആശയം ഉണർന്നത്. ആനയുടെ തലയെക്കെട്ട് സ്വർണം പൂശുക. തിരുവമ്പാടി, പാറമേക്കാവ് ഭഗവതിമാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അണിനിരക്കുന്ന തിരുവമ്പാടി വിഭാഗത്തിന്റെ 15 ആനകളിൽ 3 എണ്ണത്തിന് സ്വർണ്ണ തലയെക്കെട്ട് കെട്ടണം. അതായിരിക്കണം ഏറ്റവും ചേതോഹരമായ കാഴ്ച. തിരുവമ്പാടിക്കാർ നടുവിൽ മഠത്തിലുള്ള 3 സ്വർണ്ണ തലയെക്കെട്ടുകളാണ് മനസ്സിൽ കണ്ടത്. തട്ടകക്കാർ സാമ്പത്തിക ശേഷിയിൽ ഉന്നതിയിൽ നിൽക്കുന്ന നടുവിൽ മഠത്തിലെ സ്വാമിയാരെ കണ്ട് സ്വർണ്ണ തലയെക്കെട്ട് നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ സ്വർണ്ണ തലയെക്കെട്ട് നൽകാൻ മഠത്തിലെ സ്വാമിയാർക്ക് ചെറിയ പ്രയാസം. ഇത്ര വിലപിടിപ്പുള്ള വസ്തു 1.5 ദിവസം കൈവിടുന്നതിലായിരുന്നു അദ്ദേഹത്തിന് ആശങ്ക. അദ്ദേഹം തന്നെ ഒരു പോംവഴി നിശ്ചയിച്ചു. ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ഭഗവതിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് സ്വർണ്ണ തലയെക്കെട്ട് വിട്ടുതരാം. തിരുവമ്പാടിയുടെ പൂരം ആദ്യം മഠത്തിലേക്ക് എഴുന്നള്ളട്ടെ. രാത്രിയിലെയും പിറ്റേ ദിവസത്തെ പൂരത്തിനും സാധാരണ തലയെക്കെട്ട് മതിയെന്ന് വയ്ക്കാം. അങ്ങനെ പോരെ എന്ന് സ്വാമിയാർ ചോദിച്ചു. തിരുവമ്പാടിക്കാർക്ക് സന്തോഷമായി. ഇക്കാര്യം തട്ടകക്കാർ പരമരഹസ്യമായി വെച്ചു. അങ്ങനെ തെക്കോട്ടിറക്കത്തിനും മഠത്തിൽ വരവിനും സ്വർണ്ണ തലയെക്കെട്ടോടെ തിരുവമ്പാടിയിലെ 3 ആനകൾ തലയുയർത്തി നിന്നു. തിരുവമ്പാടിക്ക് പകരം വയ്ക്കാൻ പാറമേക്കാവിന്റെ പക്കൽ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നു മുതലാണ് മഠത്തിൽ വരവിന് തുടക്കമായത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തലയെക്കെട്ട് മഠത്തിൽ തിരിച്ചുകൊണ്ട് നൽകണമെന്നും സ്വാമിയാർ ശഠിച്ചു. ഇതേ തുടർന്നാണ് മഠത്തിൽ ഇറക്കി പൂജയും മഠത്തിൽ വരവും ഉണ്ടായത്. രാത്രിയിലും പിറ്റേന്നുമുള്ള എഴുന്നള്ളിപ്പിന് സ്വർണ്ണ തലയെക്കെട്ട് ഉപയോഗിക്കാറില്ലായിരുന്നു. സ്വർണ്ണ തലയെക്കെട്ട് പിന്നീട് ഇല്ലാതായെങ്കിലും ആചാരത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നടുവിൽ മഠത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ബ്രഹ്മസ്വ മഠത്തിലെത്തിയാലാണ് പഞ്ചവാദ്യം ആരംഭിക്കുക. സ്വർണ്ണ തലയെക്കെട്ടിന് പകരം സ്വർണ്ണ കുടയാണ് നൽകിയതെന്ന ഐതിഹ്യവും കേട്ടുവരുന്നുണ്ട്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ മനോഹരമായ ചുറ്റമ്പലവും വിളക്കുമാടവുമുണ്ട്. പ്രധാന വാതിലിൽ ദശാവതാരവും ഭഗവതിയുടെ മുന്നിലെ വാതിലിൽ അഷ്ടലക്ഷ്മി രൂപങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു.
വലിപ്പത്തിന്റെ കാര്യത്തിൽ അല്പം ചെറുതായി തോന്നുമെങ്കിലും പാരമ്പര്യത്തിന്റെ മഹിമയിൽ തിരുവമ്പാടി ക്ഷേത്രം ഏറെ തിളങ്ങി നിൽക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പോലെ കുന്നിക്കുരു വാരിയിടുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. അപൂർവം ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലുള്ള 3 നേരം ശീവേലി എഴുന്നള്ളിപ്പ് തിരുവമ്പാടിയുടെ പ്രത്യേകതകളിലൊന്നാണ്. തലയെടുപ്പിൽ പുകൾപ്പെട്ട ആനകൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രത്തിന്റെ പ്രഭാവത്തിലാണെന്ന് പുലിയന്നൂർ മനക്കാർക്കാണ് തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ തന്ത്രിസ്ഥാനം.